അല്ല ഈ ഈ എനിക്ക് ഈ ചർച്ച കേട്ടപ്പോൾ മനസ്സിലാകണം അദ്ദേഹം ഏതോ പാർട്ടി ക്ലാസ് കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അധിക്ഷേപിക്കണമെന്നും അല്ല കേട്ടോ, പക്ഷേ ആര് ബി ജെ അദ്ദേഹമൊക്കെ പി പ്രതിനിധിയാണോ? അതെ 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 അതെ. കാരണം അദ്ദേഹം പാർട്ടി ക്ലാസ് അല്ല, അദ്ദേഹം പാർട്ടി നിർദ്ദേശിച്ച നോമിനിയാണ് ഈ ചർച്ചയിലേക്ക്. അല്ല, ഞാൻ ചോദിക്കണതേ ആ അദ്ദേഹം ഈ നമ്മുടെ രാജ്യത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല എന്നാണ്. കാരണം ബഹുമാനോട് സുഹൃത്ത് സൂചിപ്പിച്ച എന്റെ പോലെ സുഹൃത്തെ, മാധ്യമ രാജ്യത്ത് സ്ഥാപനം കേരളത്തിൽ നശിപ്പിക്കുവാണ്. മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റില്ല. താങ്കൾ എവിടെയാണ്? താങ്കൾ ആദ്യം കേരളത്തിൽ നിന്ന് സംസാരിക്കും. അല്ല, ഞാൻ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോട്ടെ, മാധ്യമപ്രവർത്തനം നടത്തുന്ന അങ്ങനെയൊന്നും എനിക്ക് പറയരുത് എനിക്ക് തന്ന സുവർണ സമയത്ത് പ്രസാദ്. ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ മതി, ഇന്ത്യയെ ഏത് കുറിച്ച് പറയണ്ട രാജ്യത്താണ് എന്നൊന്നുമല്ല. സുവർണ പ്രസാദ് ഏത് രാഷ്ട്രീയ ഇതാണ് ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും സുവർണ പ്രസാദിന് ഉള്ള അതേ പരിഗണന ബേസിലുമുണ്ട്. ഞാനൊന്ന് അല്ലല്ലല്ല, അത് പറഞ്ഞോട്ടെ. ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് തിരുത്താതിരിക്കാൻ പറ്റില്ല. ശ്രീ സുവർണ പ്രസാദ് ഒരു അവതാരകൻ എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കത് തിരുത്താതിരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഈ രാജ്യത്ത് എവിടെയും താങ്കൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ബേസിലിനും തുല്യമാണ്. തുല്യമാണ് തുല്യമാണ് തുല്യമാണ്.